ആറിബാബു ഇതിപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഏതൊരു ഉത്സവത്തിൽ മാത്രമല്ല, ഈ പുതിയങ്ങാടി നേർച്ച എന്ന് പറയുന്ന നേർച്ചകളിലൊക്കെ ആനകൾ നിൽക്കുന്നുണ്ട്, ആനകൾ ഇടയുന്നുണ്ട്. ഈ പറയുന്ന കൊടുംചൂടിൻ്റെ കാലമാണ്, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാലമാണ്. ആനകൾക്ക് ഇതൊന്നും താങ്ങാവതല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഈ ചട്ടങ്ങൾ കൂടി പാലിക്കുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? ഷാറൂഖ് ബാബു, എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കേണ്ട സമയമായില്ലേ? അല്ല, ഈ വിഷയത്തിൽ ഹാഷ്മി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ക്ഷേത്രങ്ങളിലെ ക്ഷേത്രോത്സവങ്ങൾ, ആ ഉത്സവങ്ങളിൽ അനുഷ്ഠാന സംബന്ധമായി ആചാര സംബന്ധമായിട്ട് ആനയെഴുന്നള്ളിപ്പ് നടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആനയില്ലെങ്കിൽ ആ ഉത്സവങ്ങളുടെ ലക്ഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ പകിട്ടോ അതിൻ്റെ ആ പവിത്രതയോ സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ ആനയില്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രസക്തി എന്താണ്? ഒരു പ്രസക്തിയില്ല. ആറാട്ടുപുഴ പൂരത്തിന് ആനയില്ലെങ്കിൽ ആ പൂരത്തിന് എന്ത് പ്രസക്തിയുണ്ട്? അതിന് പ്രസക്തിയില്ല. അപ്പോൾ അത്തരം ചില ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പരമ്പരാഗതമായിട്ട് ആനയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ. വെങ്കടാചലം, നിങ്ങൾ തൽക്കാലം സംസാരിക്കാതിരിക്കൂ. ഞാൻ റോബോട്ടാനെ എഴുന്നള്ളിക്കണോ വേണ്ടോ വിശ്വാസികൾ തീരുമാനിക്കട്ടെ. അത് ആ കാര്യത്തില് വിശ്വാസികള്, ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവര്, ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ തീരുമാനിക്കട്ടെ. ചർച്ചയ്ക്ക് വരുന്നവരെ ഹാഷ്മി, ചർച്ചയ്ക്ക് വരുന്നവരെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സാഹചര്യം ഉണ്ടോ? ഇല്ല. താങ്കൾ പറയൂ. അല്ല, ശ്രീ വി കെ വെങ്കടാചലം ഒരു നിലപാട് പറഞ്ഞോട്ടെ. ശ്രീ വി കെ വെങ്കടാചലം ഈ ആറിബാബു നിലപാട് പറഞ്ഞു പൂർത്തി, ഞങ്ങൾ വരാം. ഞാനൊരു കാര്യം ഏത് വ്യക്തിയായാലും ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും നിങ്ങളുടെ ഒരു അഭ്യാസവും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു അഭ്യാസവും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് പറയൂ. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ക്ഷേത്രങ്ങളിൽ ആനകൾ അനിവാര്യമായിട്ടുള്ള ക്ഷേത്രോത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിൽ നിയമപരമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആ ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആനയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ നടക്കണം. അത് ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. എന്നാൽ ഇവിടെ RSSന്റെ മുഖമാസിക കേസരിയിൽ 22 വെള്ളിയാഴ്ച ഏപ്രിൽ 2016 ഇറങ്ങിയ കേസരിയുടെ എന്താണ് തലക്കെട്ട് എങ്ങനെയാണെന്ന് അറിയാം. അതിന്റെ എഡിഷൻ തുടങ്ങുന്ന എങ്ങനെയാണ്? കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. അതിനകത്തൊരു ലേഖനമുണ്ട്, ഭ്രാന്തിനെ ആചാരമൊന്ന് വിളിക്കരുത്. അത് പറഞ്ഞത് വെങ്കടാചലമല്ല, RSSന്റെ മുഖമാസികയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രതികരണം കേൾക്കണോ? സ്വാമി ചിദാനന്ദപുരിയുടെ പ്രതികരണമാണ്. ഞാൻ എത്താം, അത് പ്ലേയാവോ? ഒരു ജന്തുവിന് വേണ്ട വിശ്രമം നൽകാത്ത വിധത്തിൽ ഇന്ന് അവിടെ എഴുന്നള്ളിപ്പ്, മറ്റേടത്ത് അതിൻ്റെ എഴുന്നള്ളിപ്പ്, അങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ടോ ഈ പാവം പിടിച്ച ജന്തു അധികം ശബ്ദം കേൾക്കാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ ചെവിയുടെ ഘടന. ഹരിമരുന്നുകളുടെ നടുക്ക് പല പന്തങ്ങളൊക്കെ കുത്തിവെച്ചിട്ട് എന്തൊരക്രമമാണ്! എത്ര കോടി രൂപയാണ് ഓരോ വർഷവും കത്തിച്ചു തീർക്കുന്നത് നമ്മൾ? എത്ര കോടി രൂപ! ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ കാലമായില്ലേ? ഇതൊക്കെ ആവശ്യമാണ്. സ്വാമി ചിദാനന്ദപുരി പറയുന്നതും വെങ്കടാചലം പറയുന്നതും ഒരുപോലെ ആചാരങ്ങളാണോ? അല്ല, ഞാൻ പറയാം. സ്വാമി ചിദാനന്ദപുരി പറയുന്നതും വെങ്കടാചലം പറയുന്നതും ഒരേപോലെ അല്ല. സ്വാമി ചിദാനന്ദപുരി പറയുന്നതിന് മുമ്പ് ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. കരിയും കരിമരുന്നിനെയും സംബന്ധിച്ച് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രോത്സവങ്ങളിൽ നടത്തുന്ന ഞാൻ പറയാം അവരൊക്കെ പറയുമ്പോഴും
ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലടക്കം ഈ കഴിഞ്ഞ ദിവസമാണ് ചെറായി പൂരം നടന്നത്. ചെറായി പൂരത്തിലെ ആനകളുടെ തലപ്പൊക്ക മത്സരമുണ്ട്. ആനകൾ 10-15 ആനകൾ പങ്കെടുക്കുന്ന തലപ്പൊക്ക മത്സരം നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രമാണ്. അത് നമ്മുടെ ഒന്നും മിണ്ടാതിരിക്കും സാർ. ഇനി എന്റെ അപ്പോ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ക്ഷേത്ര ഉത്സവങ്ങൾ അതിപ്പോ ചിദാനന്ദപുരി സ്വാമി സതുദ്ദേശപരമായി സ്വാമി പറഞ്ഞ കാര്യങ്ങളാണ്. ഭക്തജനങ്ങൾ അതായത് ഈ പറയുന്ന അനാവശ്യമായി ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമല്ലാതെ ഉത്സവങ്ങളുടെ ഗാംഭീര്യം വർദ്ധിപ്പിക്കാൻ തക്ക രീതിയിൽ മത്സര ബുദ്ധിയോടുകൂടി ക്ഷേത്ര കമ്മിറ്റിക്കാർ പലയിടങ്ങളിലും ഇല്ലാത്ത ആചാരം എന്ന് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയുന്നു ചിദാനന്ദപുരി. ഒറ്റ ആചാരം എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ ആചാരമാണ് അനുഷ്ഠാനമാണെന്ന് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതോട് കേൾക്കൂ ചിദാനന്ദപുരി. പ്ലേയോ ഇനി ക്ഷേത്രത്തിൽ തിടമ്പെഴുന്നള്ളിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഏതെങ്കിലും ശാസ്ത്രത്തിൽ ആനയുടെ പുറത്ത് എഴുന്നള്ളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞത് ആചാര്യൻ്റെ ഹസ്തത്തിൽ, മസ്തകത്തിൽ, ശിരസിൽ. അവിടെ ശിരസ്സെന്ന് പറഞ്ഞാൽ ആചാര്യൻ്റെ ശിരസ്സാണ്, അല്ലാണ്ട് ആനയുടെ മസ്തകമല്ല. മസ്തകം എന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചോട്ടെ എന്ത് ആനയുടെ മസ്തകമാണ്. ആചാരമല്ലെന്നാ പറയുന്നത് സ്വാമി ചിദാനന്ദപുരി. അല്ല സ്വാമി ചിദാനന്ദപുരി ആചാരമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് എന്താ, ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഉള്ള ക്ഷേത്രങ്ങളിൽ, 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളത് കണ്ടുവരുന്നുണ്ട്. അത് ആചാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നു. ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഗ്രന്ഥങ്ങളിൽ അറിവ് ബാബു ഇതേപ്പറ്റി നന്നായി അറിയാവുന്ന ആളാണ് സ്വാമി ചിദാനന്ദപുരി അല്ലേ? സ്വാമി ചിദാനന്ദപുരി തന്നെ ഇതിന് വെള്ളവും വെള്ളം കിട്ടാത്ത തണുപ്പിൽ ജീവിക്കൊണ്ട് ഇരട്ടം നിർത്തുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ പറ്റാത്തതിനെ കുറിച്ച് മാരക ശബ്ദം കൊണ്ട് നിർത്തുന്നതിനെ പറ്റിയും ഇനി ആചാരം എന്ന് പറഞ്ഞാൽ ആചാരം എന്ന് ആര് പറഞ്ഞു എന്ന് ഇതിനെപ്പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് സ്വീകരണ സ്വാമിയാണ് സ്വാമി ചിദാനന്ദപുരി അല്ലേ ശ്രീ അറിവ് ബാബു? അല്ല, ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നേ. അത്തരം കാര്യങ്ങളിൽ അതുകൊണ്ടാ പറഞ്ഞേ ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിൽ ഒഴിവാക്കുക തന്നെ വേണം. എന്നാൽ ഇപ്പൊ തൃശ്ശൂർ പൂരം പോലുള്ള സന്ദർഭത്തിൽ ആനയില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം? ഇവിടെ റോബോട്ടിനെയൊക്കെ കൊണ്ടുവന്ന് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്ന ആൾക്കാരെ കുറിച്ച് റോബോട്ടിന്റെ മേലെ എഴുന്നള്ളിപ്പ് ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന ആൾക്കാരെ മറുപടി പറയാനില്ല. ഇവിടെ അടിസ്ഥാനപരമായി ഈ ക്ഷേത്രത്തിലെ ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ക്ഷേത്ര കമ്മിറ്റിയുടെ നിലപാടാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായ മുഴുവൻ ഹാഷ്മി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഹാഷ്മി ഒറ്റ കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കാട്ടാന ചവിട്ടിക്കൊന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? 192 പേരാണ്. 192 പേരാണ് കാട്ടാന ചവിട്ടിക്കൊന്ന ആൾക്കാര്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാം. എന്താണ്? അല്ലല്ല, കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാട്ടാനെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാ. ഒരു അപകടം ഉണ്ടാകുമ്പോൾ കാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും നാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും താങ്കൾ ഒരേ കണ്ണിൽ കാണല്ലേ? നമ്മൾ ബോട്ട് വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യുന്നത്? അല്ല അറിവ് ബാബു, കാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും നാട്ടാനെ ചവിട്ടിക്കൊല്ലുന്നതിനും താങ്കൾ ഒരേ കണ്ണിൽ കാണല്ലേ? അങ്ങനെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാകും. ഇപ്പോ CR നീലകണ്ഠൻ ബോട്ടപകടം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ബോട്ടപകടം ഇല്ലാതിരിക്കാൻ ബോട്ടില്ലാതാക്കലല്ലോ, മറിച്ച് അതിന് കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. ആ അപകടം ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. പകരം ബോട്ട് തന്നെ നിരോധിക്കുകയാണോ ചെയ്യുന്നത്? വാഹന അപകടം ഉണ്ടായാൽ വാഹനം തന്നെ നിരോധിക്കുമോ നമ്മൾ? ഇതെന്തൊരു ന്യായമാണ്? ശരി, ഞാൻ കേൾക്കാം. അല്ല രാഹുൽ ഈശ്വർ അങ്ങനെ ശരി വാഹനാപകടങ്ങൾ നമുക്ക് അറിവ് ആ പറയുന്ന വാദത്തിന്റെ പൊള്ളത്തരം എങ്ങനെയാണ്? വാഹനാപകടം നമുക്ക് അമിതവേഗം ഒഴിവാക്കാം, വാഹനാപകടം നമുക്ക് ഒരു റോഡിൽ ഇത്ര വണ്ടി ഓടാവുന്ന നിബന്ധനകൾ വെക്കാം, നമുക്ക് റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കാം. ചെവിക്ക് കീഴെ പടക്കം പൊട്ടുമ്പോൾ ആന എങ്ങനെ പെരുമാറണം നമുക്ക് പെരുമാറാൻ പറ്റുമോ? നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ അറിവ് ബാബു? ചെവിക്ക് കീഴെ പടക്കം പൊട്ടുമ്പോ ആന എങ്ങനെ പെരുമാറണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അപകടം ഒഴിവാക്കാൻ വാഹനം ഇല്ലാതാക്കലല്ലോ ചെയ്യാറ്. അപ്പൊ എന്ത് ചെയ്യും? 80 കിലോമീറ്റർ ആനയുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ അറിവ് ബാബു? ഘടിപ്പിക്കാൻ പറയും. അല്ല, ഈ ആനയുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? ആന ഇന്നു മുതലൊന്നും അല്ലല്ലോ. ആന
ശരി, ആന നമ്മുടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മൃഗമാണ്. ആന യുദ്ധങ്ങളിൽ നമ്മുടെ പഴയകാല രാജാക്കന്മാരുടെ ഇപ്പൊ ഈ ക്ഷേത്രങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആനകൾ നമ്മുടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നു, ശത്രുവിനെ കൊല്ലാനല്ലേ പങ്കെടുക്കുന്നു, ഒട്ടകങ്ങൾ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നു. അതൊക്കെ ശത്രുവിനെ കൊല്ലാനല്ലേ? അത് ശത്രുവിനെ കൊല്ലാനോ ആനയ്ക്ക് എന്ത് ശത്രു? അല്ല, ഞാൻ പറയുന്നത് രാജാവിന്റെ ശത്രുവിനെ കൊല്ലാനാണല്ലോ ആനയ്ക്ക് യുദ്ധത്തിൽ നേരത്തെ പറഞ്ഞ ന്യായം വെച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞ അത് സ്വന്തക്കാരെയും കൊന്നൂടെ? ഇല്ല, രാജാവിന്റെ ശത്രുവിനെ കൊല്ലാനുള്ള ആന കൂട്ടത്തിലുള്ളവരെ കൊന്നൂടെ? ഞാൻ പറഞ്ഞ ഈ ലോജിക്കിലൊക്കെ പ്രശ്നം ഇതിനെ അവധാനതയോടെ കാണണം. അപ്പൊ താങ്കൾ നേരത്തെ RSSന്റെ മുഖമാസിക എഴുതിയ കരിയും വേണ്ട കരിമരുന്നും വേണ്ട, ആ ഭ്രാന്തിനെ ആചാരമെന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തിരുത്തി പറയുവോ അറിയോ? അല്ലെങ്കിൽ തിരുത്തി എഴുതാൻ പറയുവോ? അങ്ങനാണ് രാഹുൽ. അത് കേസരിയുടെ അല്ല, ഞാൻ പറയട്ടെ, മറുപടി പറഞ്ഞോട്ടെ. നിരവധി ലേഖനങ്ങൾ വരുന്നുണ്ട്. അല്ലല്ല, അങ്ങനെ പറയൂ. എന്റെ ഓർമ്മ ഇത് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് തുടർച്ചയിലാണെന്ന് തോന്നുന്നു. ഇത് ആ ലേഖനത്തിന്റെ കവറിൽ ആ ലേഖനത്തിന്റെ കവറിലാണ് കരിയും വേണ്ട കരിമരുന്നും വേണ്ട ഇരിക്കുന്നത്. അറിയോ ഹാഷ്മി, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ചുമതലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം, അനുഷ്ഠാനം, ആചാരം അതുപോലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. പക്ഷേ ഹിന്ദു ഐക്യവേദിയുടെ അതേ ഫേസ്ബുക്കിൽ കേസരി പത്രത്തിൽ നിരവധി ലേഖനങ്ങൾ വരും. പക്ഷേ ഹിന്ദു ഐക്യവേദിയുടെ അതേ ഫേസ്ബുക്കിൽ ഈ ചിദാനന്ദപുരി ഈ കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി തീക്ഷ്ണമായി പറയുന്ന ഒരു ഓഡിയോ കിടപ്പുണ്ട്. അതൊന്ന് മാറ്റണം അങ്ങനെയാണെങ്കിൽ, താങ്കളുടെ നിലപാടതാണെങ്കിൽ.